അങ്ങേർക്ക് പിന്നെ പെണ്ണുങ്ങളെ തൊടാൻ പേടിയാ. അന്ന് ഞാനും കുറച്ച് നല്ല ഒരു നിലയിൽ വന്ന ഒരു നടി. അപ്പൊ എന്നെ തൊടാനൊക്കെ അങ്ങേർക്ക് പേടിയാ. മധു സാറിന്. അപ്പൊ സാർ ഒന്നും പേടിക്കണ്ട, ഞാനൊരു ആണാണെങ്കിൽ എന്താണെന്ന് വിചാരിച്ച് അങ്ങനെ തൊട്ടാൽ മതി. അമ്മയാണ് തീരുമാനിക്കുന്നതൊക്കെ. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ചെമ്മീൻ വായിച്ചിട്ടുണ്ട്. ഈ തമിഴിൽ എത്ര അഭിനയിച്ച് എത്ര പേര് കിട്ടിയാലും ഈ ചെമ്മീനിൽ അഭിനയിച്ച് കിട്ടുന്ന പേര് പോലെ ഒരു പേര് ഓടിയാലും ഓടിയില്ലെങ്കിലും ആ പടത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയാണ് തീരുമാനിച്ചത്. ഈ പടത്തിലാണ് ഞാൻ അഭിനയിക്കേണ്ടത്. ബെസ്റ്റ് ഡ്രാമ. ഈ ഡ്രാമ കാണാനായിട്ട് MGRും അന്നത്തെ വലിയ ഡയറക്ടർ, ഇന്ന് മണിരത്നം എന്നൊക്കെ പറയുന്നില്ല, അന്നത്തെ വലിയ ഡയറക്ടറാണ് രാമണ്ണ എന്ന് പറയുന്ന ഒരാൾ. അങ്ങേരും കൂടിയെല്ലാം അവരാണ് പ്രസിദ്ധി നാടകത്തിന് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നാടകം കണ്ടപ്പോൾ MGRും അവരും പറഞ്ഞു, കോഴിപ്പെണ്ണി കൊള്ളാമല്ലോ, നമ്മുടെ പടത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതിന്. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് 3 വർഷത്തിന്റെ കോൺട്രാക്ട് കിട്ടും. ഞാനപ്പോ ഓർക്കാം, അമ്മ ഇപ്പൊ നല്ല സുന്ദരിയായിട്ടിരിക്കും. ആ കാലത്തിൽ അമ്മേനെ നേരിട്ട് കാണാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ, അപ്പൊ എന്ത് ഭംഗിയായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. 10-20 കൊല്ലം വരയ്ക്കും ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലം വരയ്ക്കും ഫേഷ്യൽ എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയില്ല. അറിഞ്ഞെങ്കിൽ ചെയ്തേനെ. അന്നൊന്നും ഇല്ല, ഫേഷ്യലൊന്നും ഇല്ല. മധു സാറ് പറഞ്ഞിട്ടുണ്ട്, ഷീലയാണ് എൻ്റെ ഗുരു. എന്ന് വെച്ചാൽ ചെമ്മീനിൽ വരുമ്പോൾ എനിക്ക് പ്രണയ സീൻ എങ്ങനെ അഭിനയിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രണയ ഗാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ ഷീലയാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നത്. അമ്മയ്ക്ക് പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ ഒരു ഇടവേള എടുത്തത്? എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ മകനെ വളർത്താൻ വേണ്ടി. ഈ ഒരു കൊച്ചിനെ പ്രസവിച്ചാൽ മാത്രം അമ്മയാവില്ല, വളർത്തണം. വളർത്തുന്നവരാണ് അമ്മ. പ്രസവിക്കുന്നൊന്നും ആരും പ്രസവിക്കാം. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. സിനിമ നടി അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നത് പേഴ്സണലി പാവമായിട്ട് തോന്നുന്നു. നമസ്കാരം ഷീലാമ്മ, ഞാൻ കിട്ടുണ്ണി, കെന്ന ഷോയുടെ മൈൻഡ് മാസ്റ്റർ. ഈ ഷോയിൽ കെന്നയ്ക്കൊപ്പം ഞാനും ഉണ്ടാകും. മലയാളികളുടെ എവർഗ്രീൻ നായിക വസന്തം സർവശ്രീ ഷീലാമ്മയ്ക്ക് കിട്ടുണ്ണിയുടെ വകയും ഈ ഷോയിലേക്ക് സ്വാഗതം. ഇത് എന്റെ ഒപ്പം ഉള്ള ഒരു വ്യക്തിയാണ്, കിട്ടുണ്ണി എന്നാണ് പേര്. കിട്ടുണ്ണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമല്ലേ? ഓ, കിട്ടുണ്ണി സുഖാണോ? തിരിച്ചൊന്നും പറയത്തില്ല. അപ്പൊ നമ്മൾ കേട്ടോളാം. എല്ലാരും ഇങ്ങനെ തിരിച്ചു ചോദിക്കും, കിട്ടുണ്ണി ഒന്നും മിണ്ടത്തില്ല. ഓക്കെ, ഷീലാമ്മയ്ക്ക് ഇത് പേഴ്സണലി ഇപ്പം അതുകൊണ്ടാണോ സിനിമ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത? ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരുന്നല്ലോ അച്ഛൻ പറയാം. ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല, വലിയ കാര്യമില്ല. എന്തിനാ സിനിമ എന്ന് പറഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അവിടെ വന്നപ്പോ ഒരു 2-3 പടങ്ങളായപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നു, നമ്മുടെ അടുത്ത് ഓട്ടോഗ്രാഫ് മേടിക്കാൻ വരുന്നു ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ആരായാലും ഒരു ചെറിയൊരു ഇളക്കം വരുമല്ലോ. അങ്ങനെയാ ഇഷ്ടം തോന്നാൻ തുടങ്ങിയത്. ഇപ്പൊ അമ്മയ്ക്ക് 10 സിബ്ലിങ്സ് ആണ് അല്ലെ? ഷീലാമ്മയ്ക്ക് 10 പേരാണ് നിങ്ങള് സിബ്ലിങ്സ്? 10 പേരാണ്. ഇപ്പൊ അമ്മ ഒരു ഇന്റർവ്യൂല് ഞാൻ പറയണ കേട്ടിരിക്കുന്നതാണ്, ഒരു കാലത്ത് എനിക്ക് പണ്ട് കോൺവെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് കന്യാസ്ത്രീ ആകണം എന്ന് എനിക്ക് ചെറിയ ആഗ്രഹം വന്നു, പിന്നെ ടീച്ചർ ആകണം എന്ന് ആഗ്രഹം വന്നു. പിന്നെ അമ്മ തമാശക്ക് പറഞ്ഞത്, പിന്നെ ഞാൻ ഓർത്ത കുറച്ച് കഴിയുമ്പോ അമ്മേനെ പോലെ കെട്ടി കുറെ പിള്ളേരൊക്കെ. അങ്ങനെയായിരുന്നു വാസ്തുവിൽ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു. എന്താ 13 വയസ്സിലൊക്കെ എന്താ ആഗ്രഹിക്കാനാ? ആ അമ്മയാണ് കുറെ പിള്ളേരെ കയറ്റി നടക്കുന്നു. ശരി, അമ്മയെ പോലെ കുറെ പിള്ളേരെ കയറ്റി നടക്കാം. അങ്ങനെയെന്നൊരു അവസാനത്തെ ആഗ്രഹം അതായിരുന്നു. അപ്പോഴേക്കും പിടിച്ച് സിനിമയിൽ കൊണ്ട് ഇട്ടു എന്നെ. സിനിമയില് ഇപ്പം എൻട്രി എങ്ങനെയായിരുന്നു അമ്മയുടെ? ആ ഒരു സ്റ്റോറി പറയാമോ? ഇപ്പം അമ്മേനെ ആദ്യമായിട്ട് തമിഴ് മൂവിയിൽ അതെ, തമിഴിലാണ് അഭിനയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങളുടെ വീട്ടിലൊരു ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ അവിടെ SS രാജേന്ദ്രൻ എന്നൊരു വലിയ നടനുണ്ട്, അങ്ങേരുടെ ഭാര്യയാണ് വിജയകുമാരി. അവർ രണ്ടുപേരും കൂടി കോയമ്പത്തൂരിൽ കോയമ്പത്തൂർ ഊട്ടിയിൽ ഒരു ഷോന് വന്നിരുന്നവര്. അതെ, അവരുടെ നാടകം, വലിയ വലിയ നാടകങ്ങളൊക്കെ നടത്തും. നാടകം എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് ഇതിലാണ്, ഇത് ചെറിയ ഇങ്ങനെയല്ല, വലിയ പരിപാടിയാണിത്. ആ നാടകം നടത്താനായിട്ട് അവരവിടെ ഊട്ടിയിൽ വന്നിരുന്നു. ഊട്ടിയിലായിരുന്നു ഞങ്ങളെ താമസിച്ചത്. അപ്പോൾ ഊട്ടിയിൽ വന്നപ്പോൾ ഞാനും അമ്മയെല്ലാം കൂടി കാണാൻ പോയി. അപ്പം അങ്ങേർക്ക് SS രാജേന്ദ്രൻ്റെ 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യ പങ്കുചെന്ന് പറയുന്നത് മലയാളിയാണ്, രണ്ടാമത്തത് വന്ന് തമിഴാണ്, വിജയകുമാരി എന്ന്. അപ്പോൾ ആ വിജയകുമാരിയും SSRാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. ആദ്യത്തെ ഭാര്യ ചുമ്മാ കുറേ പിള്ളേരായിട്ടൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഭാര്യ അമ്മയും ഞാനും കൂടെ നാടകം കാണാൻ പോയിരുന്നു.
അപ്പോൾ അച്ഛൻ സുഖമില്ലാതെ കിടപ്പാണ്, അത് കാരണം അച്ഛൻ അടിക്കില്ല. അപ്പോൾ ഞങ്ങൾ നാടകം കാണാനും എല്ലാം കൂടി അമ്മയും കുറച്ച് പേരെല്ലാം കൂടി പോയിരുന്നു നാടകം കാണാനായിട്ട്. അപ്പോൾ നാടകത്തിൻ്റെ ഇടയ്ക്ക് വന്ന് ഇൻ്റർവ്യൂലൊക്കെ വിടില്ലേ, അപ്പോൾ അമ്മയും ഞാനും കൂടി പുറകെ ആ മേക്കപ്പ് റൂമൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടുത്തെ മലയാളിയാണെന്ന് പറഞ്ഞു ആദ്യത്തെ ഭാര്യ പങ്കജവല്ലി. അപ്പോൾ അങ്ങേരോട് അമ്മ പറഞ്ഞു, ആ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോളാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ. അമ്മ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്, ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ വളരെ അടുത്തവർ. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്, ഈ കൊച്ചേ ഉള്ളോ, ഇതിനെ അഭിനയിക്കാൻ വിടുന്നുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിലൊക്കെ ഞാൻ ചുമ്മാ ഒക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചുമ്മാ അതൊക്കെ ചെയ്യും, ഈ റേഡിയോയിലുള്ളത് കൊണ്ടല്ല. അപ്പോൾ അമ്മയുടെ വിചാരം എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നാ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ അത് അവിടത്തേക്ക് വരാനായിട്ട് ചെന്നൈയിലോട്ട് വരാനായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്നു. അപ്പോൾ അവർ നാടകമെല്ലാം കഴിഞ്ഞിട്ട് പോയി. അവിടെ പോയിട്ട് ഒരാഴ്ചക്കകം ഞങ്ങൾക്ക് അവിടെ നിന്ന് ടിക്കറ്റും വരാനുള്ള ഡേറ്റും ഇന്ന സ്ഥലത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞ് ടിക്കറ്റൊക്കെ അയച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മെഡ്രാസിൽ, ഞാനും എൻ്റെ അമ്മയും മാത്രമായിട്ട് മെഡ്രാസിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറേ പിള്ളേരുണ്ടല്ലോ, അമ്മ എൻ്റെ കൂടെ നിൽക്കാനൊക്കില്ല. അപ്പോൾ എന്നെ വന്ന് SS രാജേന്ദ്രൻ്റെ പങ്കജവല്ലി ചേച്ചിയുടെ അടുത്ത്, ആ അമ്മയുടെ അടുത്ത് എന്നെ വിട്ടിട്ട് കുറേ പിള്ളേരുടെ കൂടെ ഞാനൊരു കൊച്ചായിട്ട് അവിടെ നിന്നു. അപ്പോൾ അവർ ഒരു ഡ്രാമ അവരൊരു ഡ്രാമ. അപ്പോൾ അപ്പോഴേക്കും ഈ വിജയകുമാരി എന്ന് പറഞ്ഞ ഒരു പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ റോൾ അഭിനയിക്കാനായിട്ട്, ഹീറോയിൻ തന്നെയാണ്, അവരുടെ റോൾ അഭിനയിക്കാനായിട്ട് എന്നെ എല്ലാം വെച്ച് കെട്ടി 13 വയസ്സ് എത്ര വലുതുണ്ടാവും വെച്ച് കെട്ടിയൊക്കെ ശരിയാക്കി. പക്ഷെ പൊക്കം ഉണ്ടായിരുന്നു, കാരണം ഞാൻ രക്ഷപ്പെട്ടു, അത്രയും തന്നെ പൊക്കം. അപ്പോൾ അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചു. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ തന്നെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അവർ ഒരു നാടകം, ഫസ്റ്റ് ഡ്രാമ. ഈ ഡ്രാമ കാണാനായിട്ട് MGRഉം അന്നത്തെ വലിയ ഡയറക്ടർ, ഇന്ന് മണിരത്നം എന്നൊക്കെ പറയുന്നില്ല, അന്നത്തെ വലിയ ഡയറക്ടറാണ് രാമണ്ണ എന്ന് പറയുന്ന ഒരാൾ, അങ്ങേരും കൂടിയെല്ലാം അവരാണ് പ്രസിദ്ധ ചെയ്തത്. നാടകത്തിന് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നാടകം കണ്ടപ്പോൾ MGRഉം അവരും പറഞ്ഞു, കോഴിപ്പെണ്ണി കൊള്ളാമല്ലോ, നമ്മുടെ പടത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതിന് ഇങ്ങനെ കൂടെ അഭിനയിക്കാനായിട്ട്, പൊക്കുള്ളത് കാരണം നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ഞങ്ങളോടെല്ലാം സംസാരിക്കുന്നത്. പിന്നെ സംസാരിക്കുന്നതൊക്കെ അവർക്കൊരു കമ്പനി ഉണ്ട്, SS രാജേന്ദ്രന് ഒരു സിനിമ കമ്പനിയുണ്ട്. ആ കമ്പനി ആ മാനേജറോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് 3 വർഷത്തിൻ്റെ കോൺട്രാക്റ്റ് കിട്ടും. 3 വർഷം പുറത്തുള്ള പടങ്ങളിലൊന്നും അഭിനയിക്കാൻ പാടില്ല, അവർ പറയുന്ന പടങ്ങളിലേ അഭിനയിക്കാൻ പാടുള്ളൂ. അങ്ങനെ അഭിനയിച്ചാലും പകുതി പണം അവർക്ക് കൊടുക്കണം പുറത്തുനിന്ന്. അപ്പോൾ അവർ മുഖാന്തരം പോയത് കാരണം എനിക്ക് ഫസ്റ്റ് മൂവി തന്നെ 6,000 rupees ആ കാലത്ത് കിട്ടി. 6,000 rupees എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ വലിയൊരു തുകയാണ്. ഞാൻ തനിച്ചാ പോയെങ്കിൽ 600 രൂപ പോലും കിട്ടില്ലായിരുന്നു. അവർ വഴി പോയി ഒരു വലിയൊരു സെറ്റപ്പിൻ്റെ വഴി പോയത് കാരണം എനിക്ക് 6,000 rupees കിട്ടി. പിന്നെ ആ 3,000 രൂപ ഉണ്ടല്ലോ എനിക്ക് കിട്ടേണ്ട, അവർ 3,000 രൂപ എടുത്തു, എനിക്ക് 3,000 രൂപ. ഞങ്ങൾക്ക് അമ്മയുടെ, എനിക്കൊന്നും അറിയില്ല ഇതൊക്കെ, അമ്മയാണ് കഴുത്തിടുന്നത്. ഞാൻ മേജറല്ലല്ലോ, കഴുത്തിടുന്നു മേടിക്കുന്നതൊക്കെ അമ്മയാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചേ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്തെങ്കിലും തരണം, ഇത് ഇന്ന് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു, ഒരു 50 രൂപ എടുത്തു കൊടുത്തു, എനിക്ക് തന്നു. ഞാൻ ഉടനെ കടയ്ക്ക് പോയിട്ട് ഒരു ഗ്രേപ്പ് വാട്ടർ മേടിച്ചു. ഗ്രേപ്പ് വാട്ടർ എന്നറിയാമോ, ഈ പിള്ളേർക്കൊക്കെ വയറ്റുവേദനയൊക്കെ വന്നാൽ ഒരു മധുരമുള്ള സാധനം കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കും. ഒരു ചെറിയ ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കൊടുക്കും. വയറ്റുവേദന വന്ന് പിള്ളേർ കരയുമ്പോഴേ, കൊച്ചു പിള്ളേർ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഗ്രേപ്പ് വാട്ടർ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്കെല്ലാം തരത്തില്ല, ഏറ്റവും അവസാനത്തെ കൊച്ചിനെ കിട്ടത്തുള്ളത്. അപ്പോൾ ഞാൻ ആ സ്പൂൺ എടുത്ത് നക്കി നോക്കുമ്പോൾ എന്തൊരു മധുരമാണെന്നൊക്കെ തോന്നുന്നു എനിക്ക്. ആദ്യമായിട്ട് എൻ്റെ കാശിൽ ഞാൻ മേടിച്ച ഒരു ഗ്രേപ്പ് വാട്ടർ ബോട്ടിലായിരുന്നു. എന്നിട്ട് ഇത്രയും വലിയൊരു ബോട്ടിൽ 50 രൂപയ്ക്ക് കിട്ടി. അത് എടുത്ത് ഇങ്ങ് കുടിച്ചു. ആരും പിള്ളേരൊക്കെ കണ്ടാൽ കിട്ടില്ലല്ലോ, ഒരു വാതിലിൻ്റെ പുറകെ പോയി നിന്ന് കുടിക്കുന്നത്. പകുതി കഴിച്ചപ്പോൾ അതിലൊരു ലഹരിയുണ്ട് ആ ഗ്രേപ്പ് വാട്ടറിൽ. പകുതി കഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു മാരിയായി, മത്ത് പിടിച്ച് തലയൊക്കെ ഒരു മാരിയായി. ഞാൻ പറഞ്ഞു അയ്യോ മതി എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അവർക്കെല്ലാം കൊടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ ഞാൻ ആദ്യം മേടിച്ച ഒരു സാധനം.
എനിക്കൊന്നും ഇത് അമ്മ എവിടെയും പറയുന്നത് ഞാൻ കേട്ടിട്ടേ റിപ്പോർട്ടർ ആയിരുന്നു. ഇപ്പം അമ്മ പറഞ്ഞു ചെന്നൈയിലേക്ക് അമ്മേനെ ആ ഒരു ചേച്ചിയുടെ അടുത്ത് ആക്കിയിട്ട് അമ്മ പോയി. അപ്പം 13 വയസ്സേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെടൽ ഇങ്ങനെ അനുഭവിച്ചോ? ഒരു പുതിയ സ്ഥലം ഒറ്റപ്പെടൽ അനുഭവിച്ചില്ല. കാരണം ഞാൻ പോയി താമസിക്കുന്നത് പങ്കുചക്കാര വീട്ടില്. അവിടെ അവർക്കും കുറേ പിള്ളേരുണ്ട്. ഇന്ന് വരെയ്ക്കും അവരൊക്കെ എൻ്റെ ഭയങ്കര ക്ലോസ് ആണ് അവരെല്ലാം. അവർ 4 ആമക്കളും ഒരു പെണ്ണും. പിന്നെ അവരുടെ ഫാമിലിയിൽ ഒരു ചാക്ക് അരി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ 100 കിലോ ആണ്. ആ ഒരു ചാക്ക് അരിയാണ് അവർ വീട്ടിൽ ദിവസം ഉണ്ടാക്കുന്നത്. അത്രയും പേര് അവരുടെ വീട്ടിലൊന്ന് ഊണ് കഴിക്കും. ആര് വന്നാലും പോയാലും അവർ വീട്ടിലും ഉണ്ടാവും. MGR പറഞ്ഞ് കേട്ടിട്ടില്ലേ? MGR വീട്ടിൽ ആര് പോയാലും ഊണ് കഴിച്ചിട്ടേ വിടുള്ളൂ. അതുപോലെ SS രാജേന്ദ്രൻ്റെ വീട്ടിൽ ആര് പോയാലും അവർ ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ഒരു ചാക്കരി. അപ്പം എത്ര പേരുണ്ടാവണം. അത് കാരണം ഒറ്റപ്പെടലേ ഇല്ല എനിക്ക്. കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ നടക്കും. അതിനിടയ്ക്കാണ് ഈ പാസം പടത്തിന് പോയി. അങ്ങനെ പോയപ്പോൾ പിന്നെ അപ്പോഴാണ് പാസത്തിൻ്റെ ഇത് ആദ്യത്തെ ദിവസം ആ നാടകത്തിലൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യത്തെ നാടകത്തിൽ തന്നെ എനിക്ക് MGRയുടെ പടം കിട്ടി. അപ്പോൾ MGR ഷൂട്ടിംഗ് ആണ്. വാഹിനി വിജയ എന്ന് പറഞ്ഞ വലിയ സ്റ്റുഡിയോ ഉണ്ട് അവിടെ ആ സ്റ്റുഡിയോയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ഷൂട്ടിംഗ് തന്നെ ഞാൻ വന്ന് വിളമ്പും, ചോറിങ്ങനെ വിളമ്പും. അതിൻ്റെ കാര്യം മറന്നുപോയി. അതായത് ആ ആദ്യത്തെ ഷൂട്ടിങ്ങിൽ തന്നെ അത് 2 ഭാഷയിലെടുക്കുന്നത്, തെലുങ്കിലും തമിഴിലും. ഇപ്പൊക്കെ ഒരു പടം ഇപ്പോൾ മണിച്ചിത്രത്താഴ് എടുത്തുകൂടെ നല്ലതുപോലെ ഓടിയ പിന്നെയാണ് അവിടെ മുത്തു എന്ന് പറഞ്ഞെടുത്തത്. അത് വേറെ ദിവസം നല്ല ഓടിയ. അത് അന്നത്തെ അങ്ങനെയല്ല. NTR എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ തെലുങ്കിലെ ഹീറോ ആണ്. MGR ഇവിടെ തമിഴ്നാട്ടിലെ വലിയ ഹീറോ ആണ്. NTRയുടെ പേരായിട്ട് ശാരദ, നമ്മുടെ ശാരദയല്ലേ, ആ ശാരദയും ഞാൻ MGRയുടെ പേരായിട്ട്. ഇപ്പോൾ ആദ്യം ഒരു ഷോട്ട് ഞാൻ അഭിനയിച്ച് പോയിട്ട് കഴിഞ്ഞ പിന്നെ ഞാനും MGR വന്നിരിക്കും. ആ ലൈറ്റപ്പ് ഇങ്ങനെ 2 പേരും ആ ലൈറ്റപ്പിൽ തന്നെ അവർ 2 പേരും അഭിനയിക്കും. വേറെ ലൈറ്റപ്പോ വേറെ ദിവസമോ വേറെ സെറ്റല്ല, ആ സെയിം സെറ്റ് സെയിം ലൈറ്റപ്പിൽ ഓരോ ഷോട്ട് അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് വെച്ചാൽ MGRക്ക് ഞാൻ ചോറിങ്ങനെ വിളമ്പി ഉടനെ അങ്ങേരെ ഒരു ചോറെടുത്ത് എൻ്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഫസ്റ്റ് ഷോട്ട് അതാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോട്ടാണത്. അപ്പോൾ അത് അടുത്ത സെറ്റിൽ ഭാസ്കര മാസ്റ്റർ ഭാഗ്യജാതകം എന്നൊരു പടം തുടങ്ങി. അപ്പോൾ സത്യ സാറും ഉണ്ട് അവിടെ. അപ്പോൾ ഭാസ്കര മാസ്റ്റർ സത്യ സാറുടെ അടുത്ത സെറ്റിൽ ഒരു മലയാളി പെണ്ണ് അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് തമിഴ് വരാതെ ഒരുപാട് പാടുപെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം അവർ 2 പേരും എൻ്റെ ഷൂട്ടിങ് കാണാൻ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ തന്നെ അമ്മയുണ്ടല്ലോ അവിടെ സംസാരിക്കാൻ, അമ്മയോട് സംസാരിച്ചിട്ട് ഇവിടെ ഒരു 5-6 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിംഗ് കഴിഞ്ഞുകൊണ്ട് നേരെ ഞാൻ ഭാഗ്യജാതകം അഭിനയിക്കാൻ വന്നു. ഇത് ആദ്യം തുടങ്ങിയാലും റിലീസായത് ആദ്യം ഭാഗ്യജാതകമായിരുന്നു. ആക്ട് ചെയ്തത് തമിഴാണെങ്കിലും റിലീസ് ചെയ്തത് ഇതായിരുന്നു. അതായിരുന്നു. ഇപ്പത്തെ പോലത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊന്ന് വെച്ചാൽ പക്ക ഷീറ്റ് ഇട്ട് ഇത്ര ദിവസം ഒരു പടം അല്ലെങ്കിൽ എല്ലാം ഓർഗനൈസിങ് ആദ്യം തന്നെ വിസിറ്റ് ചെയ്യും പ്ലേസ് എവിടെയൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത്. അമ്മയുടെ ഒക്കെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു സ്പേസ് എടുത്തിട്ട് 3 ഫ്ലോർസ് അത് 3 വീടായിട്ട് സെറ്റ് ചെയ്യുക. അപ്പൊ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നത് അടുത്ത പടമാണ്. ആ ഫ്ലോറിലല്ല, ഈ സ്റ്റുഡിയോ അടുത്ത സ്റ്റുഡിയോ അല്ല, ഈ ഫ്ലോറിൽ നിന്ന് വേറെ ഫ്ലോർ, അവിടെ നടന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. ഒരു AVM സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ 40 ഏക്കറിലാണ് AVM സ്റ്റുഡിയോ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ആ AVM സ്റ്റുഡിയോയിൽ ഒരു 10-30 സെറ്റുകളുണ്ട് അവിടെ, ഫ്ലോറുകളുണ്ട്. അപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് നടന്നിപ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലേ, അടുത്ത ഫ്ലോറിലേക്ക് പോകണം. അവിടെയാണ് തെലുങ്ക്, തമിഴ്, കന്നഡം, ഹിന്ദി എല്ലാ പടങ്ങളുടെ ഷൂട്ടിങ്ങിന് മാറി എല്ലാവരും മാറി എടുക്കും. അത് എങ്ങനെ അമ്മയ്ക്ക് അത് പറ്റുന്നു? ഞാൻ അമ്മ പറയുമ്പോൾ അത് ഭയങ്കര അത്ഭുതത്തോടെ, കാരണം ഒരു ക്യാരക്ടർ അല്ലല്ലോ അടുത്ത പടത്തിൽ, അത് വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ട് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് പെട്ടെന്ന്? കുറച്ച് നാളായപ്പോൾ നമുക്ക് അങ്ങ് പരിചയമായി. എനിക്ക് അതൊരു വലിയ ഒരു ഒരു പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല, കഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ കാലത്ത് അന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് കോൾ ഷീറ്റ് മേടിക്കുന്നത് ഇപ്പൊക്കെ ഒരു പടത്തിനാണ് കോൾ ഷീറ്റ്. 40 ദിവസം കോൾ ഷീറ്റ് കൊടുത്താൽ ആ പടം തീർക്കാം. പക്ഷെ അങ്ങനെയല്ല, അവിടെ എല്ലാം ചെന്നൈയിലും അടുത്തടുത്തടുത്ത സ്റ്റുഡിയോ ആയതുകൊണ്ട് ഒരു പടത്തിന് ദിവസവും 7 to 1, അതായത് കാലത്ത് 7 മണി മുതൽ 1 മണി വരെയും കോൾ ഷീറ്റ് കൊടുക്കും.
കോൾ ഷീറ്റ് കൊടുത്താൽ ആ ഒരു 10-15 ദിവസം കൊണ്ട് ആ പടം തീർക്കും. അല്ലെങ്കിൽ അടുത്ത മാസം ഷെഡ്യൂൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് 2 to 9 എന്നുണ്ട്, 2 മണി മുതൽ 9 മണി വരെയ്ക്കാണ് ഷൂട്ടിംഗ് ഉണ്ട്. അങ്ങനെ ഒരു പടത്തിന് കൊടുക്കും. അത് ഒരു 10-15 ദിവസം കൊടുക്കും. പിന്നെ രാത്രി 10 to 2 എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് ഉണ്ട്, 10 to 2. അത് വരയ്ക്കും. ചില തീർക്കാൻ പോകുന്ന പടങ്ങളുണ്ട്, അപ്പോൾ 10 to 5 വർക്ക് ചെയ്യും. അപ്പോൾ ഇത് 3 കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് റൂമിൽ പോയി ഇങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് വേറെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അടുത്ത ഇത് തന്നെ പിറ്റേ ദിവസം 7 to 1 പോകുന്നത്. അപ്പൊ ഒരു ദിവസം മൊത്തം 4 പടമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ദിവസം 4 പടം. ഇപ്പൊ രാവിലെ നോക്കിയാ ഷീലാമ്മ, ഞങ്ങൾ അന്ന് നസീർ സാറിന്റെ നായികയായി കാണുമ്പോഴും ഇപ്പൊ കെന്ന ഷോയിൽ വന്നിരിക്കുമ്പോഴും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഷീലാമ്മയെ കടത്തിവെട്ടാൻ ഇവിടുത്തെ ഒരു നായിക നടിക്കും സാധിക്കില്ല. എന്താണ് ഷീലാമ്മയുടെ ഈ സൗന്ദര്യ രഹസ്യം? അയ്യോ, ഇതെന്തോന്നാ ചോദ്യം? ഇത് എല്ലാ നടികളോടും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ലേ? വേറെ പുതിയതായിട്ട് വല്ലതും ചോദിക്കൂ. എനിക്കത് അന്ന് നല്ല സൗന്ദര്യമൊന്നും ഇപ്പോഴില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഓർഡിനറി ഒരു സ്ത്രീ, ഈ പ്രായത്തിന് ഒത്ത ഒരു സ്ത്രീ ആയിട്ട് ഞാൻ എന്നെ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഷീലാമ്മനെ നേരിട്ട് കാണുന്നത്. ഞാനിങ്ങനെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൂടെ മൊബൈൽ ഫോൺസിലൂടെ ഒക്കെ ആണല്ലോ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാനപ്പോ ഓർക്കാം, അമ്മ ഇപ്പൊ നല്ല സുന്ദരമായിട്ടിരിക്കും, അപ്പൊ ആ കാലത്ത് എന്ത് ഭംഗിയായിരിക്കും. നമുക്ക് ആ കാലത്തിൽ അമ്മേനെ നേരിട്ട് കാണാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ, അപ്പൊ എന്ത് ഭംഗിയായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അമ്മ എന്തെങ്കിലും ഡയറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം? അതെ, ഞാൻ പറയട്ടെ, സിനിമയിൽ വന്ന് 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിനയം നിർത്തിയിട്ട് ഞാൻ ഊട്ടിയിൽ പോയി പിന്നെ മകന് വേണ്ടി പോയത്. ഈ 10-20 കൊല്ലം വരയ്ക്കും ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലം വരയ്ക്കും ഫേഷ്യൽ എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയില്ല. അറിഞ്ഞെങ്കിൽ ചെയ്തേനെ. അന്നൊന്നും ഇല്ല, ഫേഷ്യലൊന്നും ഇല്ല. ഇപ്പൊ ഫേഷ്യൽ ചെയ്താൽ ഭംഗി വരും, ഫേഷ്യൽ ചെയ്താൽ അത് വരും പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ ഒരു ഫ്രഷ്നെസ് കിട്ടും. ഫേഷ്യൽ ചെയ്ത ഒരു ഫ്രഷായിരിക്കും. ഒരു കല്യാണപ്പെണ്ണ്, ഇപ്പോൾ കല്യാണപ്പെണ്ണും എൻ്റെ അമ്മയും കല്യാണപ്പെണ്ണിൻ്റെ അച്ഛനും എല്ലാവരും ഫേഷ്യൽ ചെയ്ത് എന്തൊക്കെയോ മുഖത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെയല്ലേ. പക്ഷേ ഞങ്ങൾക്കൊന്നും ആ കാലത്ത് അത് ഇല്ല. ഇരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. അതെനിക്കറിയില്ല, ആ സമയത്തൊന്നും ഞങ്ങൾ ചെയ്തില്ല. സിനിമയൊക്കെ അഭിനയിച്ച് വീട്ടിൽ ചുമ്മാതിരിക്കുമ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇവരൊക്കെ കൂട്ടുകാരികളെല്ലാം ഫേഷ്യൽ ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലർ പോകുന്നുണ്ടോ, എന്നാൽ നമുക്ക് സുന്ദരിയാവാന്ന് പറഞ്ഞ് പോയി ചെയ്തിട്ടുണ്ട്. വീട്ടിലത്തെ പൊടിക്കൈകളൊക്കെ അമ്മ ട്രൈ ചെയ്യാറുണ്ടോ? മഞ്ഞള്, നമ്മളൊക്കെ ചേർന്ന് മഞ്ഞൾ അരച്ച് കടലമാവ് ഇടും, അങ്ങനെ അതൊന്നും ഞാൻ ചെയ്യാം. അതൊന്നും എന്നെ കൊണ്ട് വയ്യ, അത്രയും ക്ഷമയൊന്നും എനിക്കില്ല. ആൻഡ് അമ്മ, ഈ ചെമ്മീൻ എന്ന് പറഞ്ഞ മൂവി നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലാസിക് മൂവി ആയിട്ടാണ് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലുള്ളത്. അത് എത്ര ബാക്കിലേക്ക് പോയാലും ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാലും ചെമ്മീൻ എന്ന ആ ഒരു മൂവിനെ പറ്റി അവർ കണ്ടിട്ടുണ്ടാവും, അവർ പറയുന്നും ഉണ്ടാവും. അപ്പം ആ മൂവി അമ്മയ്ക്ക് ഓഫർ വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു. അത് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? ആ മൂവി അഭിനയിക്കാൻ പോയി എൻ്റെ ആ മൂവിയുടെ സമയത്ത് ഡേറ്റ്സൊക്കെ അവർ മേടിച്ചിരുന്നു. വേറെ ഒരു പടമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേറ്റ്സ് മേടിച്ചിരുന്നു. അപ്പോൾ MGR കൂടെ ഒരു നല്ലൊരു പടം വന്നു, MGRന്റെ ഹീറോയിനായിട്ട് നല്ലൊരു പടം. അപ്പോൾ കൺഫ്യൂഷനായിരുന്നു, ആ ഡേറ്റിൽ തന്നെ അവർക്ക് വേണം. ഈ ചെമ്മീനിന് കൊടുത്ത ആ ഡേറ്റ് തന്നെ MGRന്റെ പടത്തിന് വേണം. അപ്പോൾ RM വീരപ്പൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറാണത്. അയ്യോ അമ്മ, அந்த ഡേറ്റ് വേണോ, ചിന്നവർ കൊടുത്തിട്ടാര് ഡേറ്റ്, അത് മാറ്റ മുടിയാതെ. അപ്പോൾ എൻ്റെ അമ്മയാണ് തീരുമാനിക്കുന്നതൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ചെമ്മീൻ വായിച്ചിട്ടുണ്ട്, ഇനി തമിഴിൽ എത്ര അഭിനയിച്ച് എത്ര പേര് കിട്ടിയാലും ഈ ചെമ്മീനിൽ അഭിനയിച്ച് കിട്ടുന്ന പേര് പോലെ ഒരു പേര് ഓടിയാലും ഓടിയില്ലെങ്കിലും ആ പടത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയാണ് തീരുമാനിച്ചത്, ഈ പടത്തിലാണ് ഞാൻ അഭിനയിക്കേണ്ടതെന്ന്. അങ്ങനെയാണ് ഞാൻ ആ ചെമ്മീൻ എന്നുള്ള പടത്തിൽ അഭിനയിക്കാൻ പോയത്. അപ്പൊ മറ്റേ പടത്തിന് നമ്മൾ ഓൾറെഡി ഡേറ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോ തന്നെ അവർക്ക് നീരസം എന്തെങ്കിലും തോന്നിയിരുന്നോ ചെമ്മീനില്? അപ്പൊ അത് അന്ന് മുതൽ പിന്നെ MGR പടത്തിലില്ല ഞാൻ, കാരണം ഡേറ്റ്സ് കൊടുത്തില്ലല്ലോ. അങ്ങനെയില്ല. പിന്നെ മധു സാറ് പറഞ്ഞിട്ടുണ്ട്, ഷീലയാണ് എൻ്റെ ഗുരു എന്ന് വെച്ചാൽ ചെമ്മീനിൽ വരുമ്പോൾ എനിക്ക് പ്രണയ സീൻ എങ്ങനെ അഭിനയിക്കേണ്ടത്, അല്ലെ പ്രണയ ഗാനം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അപ്പൊ ഷീലയാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. അയ്യോ, അങ്ങേര് എനിക്ക് മുമ്പ് തന്നെ വന്ന് എവിടെയൊക്കെയോ പ്രൊഫസറൊക്കെ ആയിരുന്നു, ഹിന്ദി പ്രൊഫസറായിരുന്നു. പിന്നെ പോയിട്ട് എന്തോന്നാ എവിടെ പൂനെയിൽ എവിടെ പോയിട്ട് അഭിനയമൊക്കെ പഠിച്ചുകൊണ്ട് വന്നതാ. അപ്പോൾ അങ്ങേര് ഞാൻ പറഞ്ഞു, എന്താ ഈ
അവിടെ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി അഭിനയം പഠിപ്പിക്കുന്നില്ലേ, അതെന്താ അവിടെ പഠിക്കുന്നത്? അപ്പോൾ അവർ അന്നത്തെ കാലത്തെ അങ്ങനെ പറഞ്ഞു, അതായത് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കണം, നിന്റെ അമ്മ മരിച്ചു ഇത്രയേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു അതൊന്നല്ല സാർ, ഇത് അമ്മ മരിച്ചു അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ കരയത്തില്ലേ? അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇത്. പിന്നെ അങ്ങേർക്ക് പിന്നെ പെണ്ണുങ്ങളെ തൊടാൻ പേടിയാ. അന്ന് ഞാനും കുറച്ച് നല്ല ഒരു നിലയിൽ വന്ന ഒരു നടി, അപ്പൊ എന്നെ തൊടാനൊക്കെ അങ്ങേർക്ക് പേടിയാ. മധു സാറിന്. അപ്പൊ പറഞ്ഞു സാറ് ഒന്നും പേടിക്കണ്ട, ഞാനൊരു ആണാണെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ അങ്ങനെ തൊട്ടാൽ മതി. ഇപ്പൊ ഈ ജോലിക്ക് വന്നു പോയി, നമ്മൾ ആണും പെണ്ണും ഒന്നും ഇതിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് എല്ലാവരും ആണും പെണ്ണും ഒക്കെ ഒരു തന്നെ. അപ്പൊ അങ്ങേർക്കൊരു അങ്ങനെയുള്ള ലവ് സീനിലൊക്കെ അഭിനയിച്ച് അധികം പരിചയമില്ല. അപ്പൊ നസീർ സാറും പിന്നെ സത്യൻ സാറൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ നല്ല പരിചയമുണ്ട്. അങ്ങനെ പറഞ്ഞതല്ലാതെ എൻ്റെ ഗുരുവാക്കിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങേന്റെ ഗുരുവാണെന്നെങ്കിൽ വരെങ്കിൽ എത്ര വലിയ ആളായിരിക്കണം ഞാൻ. അതെ. ഈ ചെമ്മീൻ ഇപ്പൊ അമ്മയുടെ ഇന്റർവ്യൂസിലെല്ലാം ഈ ചെമ്മീൻ ഈ മൂവിയെ പറ്റി എല്ലാവരും ചോദിക്കും. ഇതുവരെ അമ്മ ആരോടും പറയാത്ത ഒരു നല്ലൊരു ഓർമ്മ ചെമ്മീൻ ആ ഒരു ഇതുവരെയും പറയാത്ത ഒരു ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ നോക്കി 60 കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക ഇവിടെ ഒന്ന് പറയാൻ വേണ്ടി. അങ്ങനെ ഒന്നും ഒരു ഓർമ്മ പോലും എനിക്കില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ചെമ്മീനെ പറ്റി പറഞ്ഞ് ചെമ്മീനെ പറ്റിയോ എല്ലാം എത്ര കൊല്ലങ്ങളായിട്ട് അമ്മ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ, അല്ലേ? അമ്മ ഒരു കാലത്ത് ഭയങ്കര എന്താ പറയാ തീജ്വാല പോലെ കത്തി ജ്വലിച്ചിരുന്ന ഒരു നടിയായിരുന്നു. പിന്നീട് കുറച്ച് നാള് നീണ്ട ഇടവേള എടുത്തു. അത് അമ്മയ്ക്ക് പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ ഒരു ഇടവേള എടുത്തത്? എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ മകനെ വളർത്താൻ വേണ്ടി. എൻ്റെ മകൻ അന്ന് ഒരു 4 വയസ്സുണ്ട്. അപ്പോൾ അവന് വന്ന് ഞാൻ വീട്ടിലും എല്ലാ റിലേഷൻസ് എല്ലാവരും ഉണ്ട്. എൻ്റെ സിസ്റ്റേഴ്സുണ്ട്, ബ്രദേഴ്സുണ്ട്, എൻ്റെ അമ്മായിയുണ്ട്, അമ്മാവനുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു പക്ഷെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു കൊച്ചിനെ പ്രസവിച്ചാൽ മാത്രം അമ്മയാവില്ല, വളർത്തുന്നവരാണ് അമ്മ. പ്രസവിക്കുന്നൊന്നും ആരും പ്രസവിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ച് താഴെ വീഴുന്നത് എനിക്ക് കാണണം, പല്ല് പൊട്ടി താഴെ വീഴുന്നത് എനിക്ക് കാണണം, സ്കൂളിൽ പോകുന്നത് എനിക്ക് കാണണം, അവന് ചോറ് കൊണ്ടുപോയി കൊടുക്കണം. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് മതി, കുറേയൊക്കെ ഉണ്ടാക്കി മതി. എനിക്ക് അങ്ങനെ അത്യാഗ്രഹങ്ങളൊന്നും ഒരു കാലത്ത് അത്യാഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മനസ്സെന്ന് പറയുന്നത് ഉള്ളതിൽ വെച്ച് തൃപ്തിപ്പെടാമെന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ മനസ്സെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് മതി ഇതൊക്കെ. എൻ്റെ മകൻ എനിക്ക് വളർത്തണം, അല്ലെങ്കിൽ ഞാൻ പ്രസവിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു കൊച്ചിനെ. അങ്ങനെ അവന് വേണ്ടി ഞാൻ എല്ലാം നിർത്തി. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ 3 മാസമേ അഭിനയിക്കുള്ളൂ, അതിനുശേഷം ഞാൻ അഭിനയിക്കാൻ വരില്ല. എൻ്റെ മകൻ ഇനി വലുതായി എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ആലോചിക്കാം, പക്ഷേ ഇപ്പോൾ ഇനി അഭിനയിക്കാൻ പറഞ്ഞു. 3 മാസത്തിനകം പടങ്ങളെല്ലാം തീർത്തിട്ട് ഞാൻ അവനെയും കൊണ്ട് ഊട്ടിയിലേക്ക് പോയി. അവിടെ പോയി അവനെ ഒരു സ്കൂളിൽ ചേർത്തി. ഞാൻ അവിടെ തന്നെ താമസിച്ച് അവിടെ തന്നെ പഠിച്ച് അവൻ്റെ പഠിത്തം മുഴുവനും തീർന്ന പിന്നെയാണ് ഞാൻ പിന്നെ വന്നത്. അതൊരു 10-16 വയസ്സൊക്കെ ആമ്പിള്ളേരാകുമ്പോഴേ കൂടെ തന്നെ നിൽക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ എത്ര മണിക്ക് വരുന്നു അന്നൊന്ന് വായൂതാൻ പറയും. പിന്നെ ഇപ്പോഴും ഇത്ര പ്രായമായിട്ടും അവനോട് പറയും നഖം കാണിക്ക്, വന്നോണ്ട് അമ്മ നോക്കിക്കോ, എൻ്റെ നഖം നോക്കിക്കോ, അതായത് നഖം വെട്ടിയിട്ടുണ്ടോ നോക്കണം എനിക്ക്. ആ മീശയിലൊക്കെ ഉണ്ടോ കുറച്ചുകൂടെ 2-3 ഇവിടെ വെട്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. അമ്മ ഇത്രയും വയസ്സായില്ലേ, ഞാൻ പറഞ്ഞു നിനക്ക് 100 വയസ്സായാലും ഞാൻ ജീവനോട് നീ എൻ്റെ കൊച്ചാണ്. അമ്മ ഒരു സ്ട്രിക്റ്റ് മദർ ആയിരുന്നോ? കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആവാതെ പെൺപിള്ളേരാകുമ്പോൾ നമുക്ക് പെണ്ണിനെ നമ്മൾ ഇങ്ങനെ അണച്ച് വളർത്തണം, ആൺപിള്ളേരെ അടിച്ച് വളർത്തണം. അതൊക്കെ ഒരു ചെറുപ്പത്തിലൊക്കെ ഓരോ ചെറിയ ഒരു കുസൃതിയൊക്കെ ഉണ്ടാവും. പിന്നെ അവന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അവൻ്റെ കയ്യിൽ എപ്പോഴും കാശ് ഉണ്ടാവും, പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അതാത് പ്രായത്തിലില്ലെങ്കിലാണ് വിഷമം. ഫോറിനിലൊക്കെ ഞാൻ അവിടെ US പോയപ്പോൾ ഒരു കൊച്ചു വന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു റിലേഷൻ്റെ വീട്ടിൽ താമസിച്ചത്. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തർ പെണ്ണിനെയും കൊണ്ടുപോയി ഒരു 10-16 വയസ്സായി കൊച്ചിന്, 15 വയസ്സുണ്ടാവും. കൊച്ചിനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോവാണ്. എന്തിനാ പോകുന്നത് ചോദിച്ചപ്പോൾ ഇത്രയും വയസ്സായിട്ട് ആ പെണ്ണ് പ്രേമിച്ചിട്ടില്ല ആരെയും. അതാത് വയസ്സിൽ വേണം. ഇപ്പോൾ പിള്ളേരാകുമ്പോൾ ഒരു 15-16 വയസ്സാകുമ്പോൾ ഒരു സ്മോക്ക് ചെയ്യും,
ഒരു 18-20 വയസ്സാകുമ്പോൾ ഒരു ചെറിയ ഒരു ബീറൊക്കെ അടിച്ചിട്ട് നടക്കും. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ അവരുടെ ജീവിതമല്ലേ ഇത്. എനിക്കതൊക്കെ എൻജോയ് ചെയ്യാൻ ഒക്കുന്നുണ്ട്. കാരണം അത് വേണം. അവരൊക്കെ ഇല്ലെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ മിസ്സായി പോവും. അതാത് പ്രായത്തിൽ അതൊക്കെ വേണം. ഞാനതൊക്കെ അങ്ങനെയൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ മനസ്സിൻ്റെ അകത്ത് കുറച്ച് കുടിച്ചോടാനൊക്കെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാവും. പക്ഷെ ഭയങ്കര ദേഷ്യത്തൊക്കെ ഇങ്ങനെ മുഖമൊക്കെ കാണിച്ച് അഭിനയിച്ച് അവരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെയും അമ്മേനെ പേടിയുള്ള ഒരു മകനായിരുന്നോ? പേടിയൊക്കെ ഉണ്ടായിരുന്നു. പേടിയുണ്ടായിരുന്നു. പേടിയേക്കാൾ മര്യാദ, ഭയങ്കര റെസ്പെക്റ്റാണ്. പേടി എന്നല്ല, റെസ്പെക്ട്. ഇപ്പോഴും അതാണ്. ഇപ്പൊ മകൻ പറഞ്ഞിട്ടാണ് അമ്മയുടെ ഒരു തിരിച്ചുവരവ്. അമ്മ എന്തിനാ? അതെ അതെ, മകൻ വന്ന് ഞാൻ വീട്ടിലെല്ലാം കഴിഞ്ഞു, അവന് കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാനിങ്ങനെ വീട്ടിലിരിക്കുക, ചുമ്മാ പടം വരയ്ക്കും, ചില ജനലിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ചില ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വല്ല പടം കാണാൻ പോകും, ബാക്കിയൊക്കെ വീട്ടിൽ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്തിനാ അമ്മ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ്, എത്രയോ ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എന്തിനാ വിളിക്കുന്നത്, പോയി ഒരു പടം അഭിനയിച്ചൂടെ. അപ്പോഴാണ് ഭരതൻ വിളിച്ചു, ഇവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പടത്തിന് വിളിക്കാനായിട്ട്. അപ്പോൾ വേണ്ട വേണ്ട വേണ്ടെന്നായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഇപ്പം കഷ്ടേയില്ല, ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഫുള്ളായിട്ട്, ഞങ്ങളുടെ കാലത്തൊക്കെ ഒരു ഫുൾ പേജ് ഡയലോഗ് ആണെങ്കിൽ ഞങ്ങൾ മുഴുവനത് പഠിക്കണം. ഒരു പേജ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ 2 നിമിഷം 3 നിമിഷം ഇത് ഇതാണ്. പിന്നെ അന്നൊക്കെ ഫിലിമായിരുന്നു. ഫിലിം എന്ന് പറഞ്ഞാൽ ഒരടി ഫിലിമിന് ഇത്ര രൂപ എന്നുണ്ട്. ടേക്ക് 2, ടേക്ക് 3, ടേക്ക് 4 എന്ന് പോയാൽ ആ പ്രൊഡ്യൂസറിന് നെഞ്ചിടിപ്പാണ്. കാരണം അത്രത്തോളം കാശ് പോലെ. ഇപ്പം വെറുതെ ഇതല്ലേ, ചുമ്മാ എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ, അങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞു, അമ്മ ഇപ്പം ക്യാരവാനുണ്ട്, നമുക്ക് പോയി കയറി കിടന്ന് ഉറങ്ങാം. പിന്നെ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീ അങ്ങോട്ട് പോയി ഇരുന്നോ എന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് ഇരുന്നോ എന്ന് പറഞ്ഞ് വേറെ ആയിട്ടിരിക്കാം. പിന്നെ മോർണിംഗ് ഇവർ പറഞ്ഞു കൊടുക്കും ഡയലോഗ്. ഇങ്ങനെ സെറ്റിലിരിക്കുമ്പോഴും അവർ പറഞ്ഞു ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വന്ന ഇടയ്ക്കൊക്കെ മനസ്സിലാക്കാൻ അവനേക്കും ഇയാളെന്താ എൻ്റെ കൂടെ ഇത് ചേർന്ന് പറയുന്നത് നോക്കും ഞാൻ. പ്രോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. ഒന്നിനും കഷ്ടമില്ല, ഇപ്പൊ ഒന്നിനും ഒരു കഷ്ടമില്ല. ഈസി എന്ന് വെച്ചാൽ എത്ര ഈസി എന്ന് അവൻ പറഞ്ഞ്. അങ്ങനെയാണ് സത്യനന്ദിക്കാരുടെ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ വരുന്നത്. ഓക്കെ, അമ്മേനെ കാണാനായിട്ട് ഒരാള് വരാൻ പോവുകയാണ്. പറയൂ. അമ്മ, അപ്പൊ ഈ ദ കെന്ന ഷോയില് ഇവിടെ ഓരോ ആർട്ടിസ്റ്റുകൾ വരും എന്ന ഒരു ഹിന്റ് ഒക്കെ നമ്മുടെ ഓഡിയൻസിനുണ്ട്, നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പം അമ്മയാണ് ഇന്ന് എൻ്റെ ഷോയിൽ വരാൻ പോണേ എന്നറിഞ്ഞപ്പോൾ ഒരു ഓഡിയൻസ് നമ്മുടെ ഒപ്പം വരികയാണ്, ചേരുകയാണ്. സോ അവരെ നമുക്ക് വിളിച്ചാലോ? വിളിക്കൂ. ഓക്കെ, കാണട്ടെ ആരാണ് അങ്ങനത്തെ ഒരാളെന്ന്. ഇവിടെ ഇരുന്നോളൂ. രാഹുൽ. അപ്പോൾ ആക്ച്വലി ഷീല മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുക അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ താങ്ക്സ് ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഫോർ ദാറ്റ്, അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നിട്ട്. എനിക്ക് ഷീല മാമിനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് സിനിമയിൽ വളരെ കോമൺ ആണ്, അതായത് അഭിനേതാക്കൾ ഒരുപാട് പേര് സംവിധായകരാകുന്നുണ്ട്, സംവിധാനത്തിൽ നിന്ന് ഒരുപാട് പേര് അഭിനയത്തിലോട്ടും കടക്കുന്നുണ്ട്. 60കളിലും 70കളിലും ഒക്കെ തന്നെ ഏതാണ്ട് വർഷം 20-25 സിനിമയോളം ഷീല മാം ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും ട്രെമൻഡസ് സക്സസിലും അത്രയും തിരക്കിനിടയിലും ഷീല മാം 2 സിനിമ സംവിധാനം ചെയ്യുകയും അതിൽ സ്ക്രീൻ പ്ലേയും ചെയ്തിട്ടുണ്ട്, ഒരു ടെലിഫിലിമും സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സക്സസിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അഭിനയത്തിൽ നിന്നും സംവിധാനത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ഷീല മാമിനൊരു ചിന്ത വന്നത്, സംവിധാനത്തിൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ് വന്നത്? ഇപ്പോൾ പൃഥ്വിരാജ് വന്ന് എത്രയോ പടങ്ങളുള്ള കത്തി നിൽക്കുമ്പോഴല്ലേ ഇപ്പോൾ പടം ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോൾ മോഹൻലാലും എത്രയോ പടങ്ങൾ, എത്ര പേര് കാത്തിരിക്കുമ്പോഴാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത്. കാരണം അവരൊക്കെ അഭിനയിച്ച് അവർക്ക് അടുത്ത സ്റ്റേജിലൊന്ന് പോകണം, അവൻ്റെ ഒരു കഴിവ് കാണിക്കണം എന്നൊരു തോന്നൽ വന്നു. അതുപോലെയാണ് എനിക്കും. പക്ഷേ ഞാൻ ആ കാലത്തൊക്കെ സ്ത്രീകൾ ഡയറക്റ്റ് ചെയ്യുമോ? ആദ്യത്തെ മലയാളം പടം ഡയറക്റ്റ് ചെയ്ത ഒരു സ്ത്രീ ഞാനാണെന്ന് തോന്നുന്നു. അയ്യോ, സ്ത്രീകളാണോ? പിന്നെ അതിൽ മധുവാണ് ഹീറോ. പിന്നെ എല്ലാവരും പറഞ്ഞു, പടം റിലീസായപ്പോൾ കണ്ടപ്പോൾ ഇത് മധു ഡയറക്റ്റ് ചെയ്താണെന്ന്. പിന്നെ മധു വന്ന് പത്രക്കാരെയൊക്കെ വിളിച്ചു. ഞാൻ ഒരു ഷോട്ട് പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, എല്ലാം ഷീലയാണ് ചെയ്തത്. ഷീല വിളിച്ചാൽ ഞാൻ പോയി നിന്ന് അഭിനയിച്ചിട്ട് വരുമെന്നല്ലാതെ ഷീലയുടെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനസ്സിലൊരു ധൈര്യം വന്നിട്ടാണ്. സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്ത് പിന്നെ ഒരു ചേഞ്ച് വേണം എന്നുള്ളതിന്.
ഓ ശരി. സോ ആക്ച്വലി ഇപ്പോൾ ഫിലിം സ്കൂളിലൊക്കെ തന്നെ നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴത്തേനും വൈഡ് വെറൈറ്റി ഓഫ് റേഞ്ചസിൽ നിങ്ങൾ ക്യാരക്ടർ ചൂസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഷീല മാമിൻ്റെ ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ മാം ചെയ്യാത്തതായിട്ടുള്ള കഥാപാത്രങ്ങളോ ജോണറുകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു ഡ്രീം ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഡ്രീം ജോണർ ചോദിച്ചാൽ ഒരെണ്ണം പറയാനുണ്ടാവും മാമിന്? എല്ലാ ക്യാരക്ടറും ഞാൻ അഭിനയിച്ചു. കുരുടിയായിട്ട് അഭിനയിച്ചു, ക്യാൻസർ പേഷ്യൻ്റായിട്ട് അഭിനയിച്ചു, ലെപ്രസി വരില്ലേ കയ്യിലൊക്കെ അങ്ങനെ വന്ന് ഇങ്ങനെ കൈയൊക്കെ അതും അഭിനയിച്ചു. ഇനി എന്താണ് ഡ്രീം നിങ്ങൾക്ക് പറയുന്നത്? ഞാൻ ഇതുപോലെയാണ് അഭിനയിക്കണം നിങ്ങൾക്കൊക്കെ ഇഷ്ടം? അല്ല, ഇപ്പോൾ ഒരു ഡ്രീം ക്യാരക്ടർ ഡ്രീം ജോണർ കാണില്ല, ഇങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിലപ്പോൾ ഒരു ഡാർക്ക് ജോണർ ആവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ക്യാരക്ടർ ആവശ്യം ഭയങ്കര കിഴവി, അത് ഫുൾ വെള്ള നര. അത് ചെയ്തിട്ടുണ്ട് ഞാൻ. മകനെ നിനക്ക് വേണ്ടി ഒരു 10-20 കൊല്ലത്തിന് വേണ്ടി നസീറിൻ്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഫുൾ നര, പുരുമലൊക്കെ നരച്ചിരിക്കും, ഒരു വടി പിടിച്ചോണ്ട്. പക്ഷെ അതിൽ വടിയില്ല, ഇതിൽ വടി പിടിച്ചോണ്ട് കുറച്ച് കൂനൊക്കെ ആയിട്ട് നടക്കും. ഒരു പടത്തിൽ അഭിനയിക്കണമെന്നൊരു ആശയമുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇനിയും മാമിൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് കാണാനായിട്ട്. ശരിക്കും അവസരം തന്ന ഒന്നുകൂടെ മൈൽ സ്റ്റോണിന് നന്ദി, ഒരുപാട് നന്ദി. ഓ നന്ദി, വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. രജനീകാന്തും ലതയൊക്കെ അഭിനയിച്ചൊരു പടം വന്നിരുന്നു, 1000 ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ കഥയാണ് എൻ്റെ കഥ തന്നെ, ഷീലാമ്മയുടെ കഥയാണ്, എൻ്റെ കഥയാണത്. അത് അവർക്ക് കൊടുത്തു ഞാൻ.